അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ്, ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ടാൻ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസം മാറാതെ നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായി. കർത്താവെ,
ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിലെ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂവിടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴു അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക് ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായല്ല നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മളതിനെ കരിസ്മാറ്റിക് ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ്. ഇപ്പം മരിയൻ ധ്യാനം നടക്കണം. ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവർ നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചച്ഛനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പം അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ. പക്ഷേ അവർ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീസൗഖ്യ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവ് ഉണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പോൾ ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1 കൊരിന്ത്യർ 9:16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അതിലെനിക്ക് അഹംഭാവം കണ്ട ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. അപ്പം ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യകാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പം അതിനകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷേ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിൽ വളരെ നന്നായിട്ട് നടന്നത്, പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരച്ചിരിക്കും. അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ, അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ, അതും കുറേ നാൾ കർത്താവിൻ്റെ
ആൾക്കാരെ കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കഴുത്തെ പിടിച്ചുള്ള താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാര്യങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന്. ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാ ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പോടെ ഇല്ലെന്നേ പറയണത്. അതാണ് ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമല്ലേ 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന്. പക്ഷെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയമെന്ന് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷെ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷേ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അതൊരു കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒന്നും ഒരു ആധ്യാത്മിക ജീവിതം കൈപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ അഹംഭാവം ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ. എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നതാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യസ് 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇതാണ് ക്ലെയിമിന്റെ പ്രോബ്ലം. നമ്മൾ ദൈവദർശനെ പോലും ക്ലെയിം വെക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ ആർജിച്ചതല്ല ബൈബിൾ പറയും ദാനമാണെന്ന് പറയും. ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന്. ഇത് ഒരു സറണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ.
റെഡി ടു സറണ്ടർ. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ പുറകെ ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ അല്ലേ പറഞ്ഞു തരണത്. അങ്ങനെ കുറച്ചെങ്കിലൊക്കെ അത് ഫോളോ ചെയ്യാൻ നോക്കണേ. താങ്ക് യു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നീനു മേരി ജോസഫ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബർ 23 ഉടമ്പടി എടുത്തത്. ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ കേറ്ററ്റ് എക്സാമിന് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് എന്ന അനുഗ്രഹത്തിനാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു എലിജിബിൾ ടീച്ചറായിട്ടാണ്. അതെനിക്ക് ഈ ടൈറ്റിൽ എനിക്ക് തന്നത് തന്നെ പരിശുദ്ധ അമ്മയാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു തവണ കേറ്ററ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫെയിലായിരുന്നു ആയത്. പക്ഷേ അന്ന് എനിക്ക് പരിശുദ്ധമ്മ വേറൊരു സാക്ഷ്യം പറയാൻ അവസരം തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ളൊരു കുട്ടിക്ക്, അക്രൈസ്തയായിട്ടൊരു കുട്ടിക്ക് അന്ന് കേറ്ററ്റിൻ്റെ എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തോൽവി അന്ന് എനിക്കൊരു തോൽവി ആയിരുന്നില്ല. ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഒരു പരാതി പോലും പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. കാര്യം അക്രൈസ്തയായിട്ടുള്ള ആ കുട്ടിക്ക് പരിശുദ്ധ അമ്മ വഴി നൽകി അവിടെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതായിരുന്നു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരാതിയും കൂടാതെ എൻ്റെ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ മുന്നേറി. അതിനുശേഷം എനിക്ക് അടുത്ത ഡേറ്റ് വന്നു എൻ്റെ കേറ്ററ്റ് എക്സാമിന്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ സ്റ്റഡി സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ ഒരുപാട് യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് പഠിക്കാൻ തുടങ്ങി. എനിക്കന്ന് ഫ്രീ ആയിരുന്നെങ്കിൽ ഇത് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ക്ലാസ് കണ്ട് 1 മണിക്കൂർ കഴിയുമ്പം ഞാൻ പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി. കണ്ട ക്ലാസ് തന്നെയാണ് 3-4 തവണ വീണ്ടും കണ്ടു. ഒരു രക്ഷയില്ല, ഒരു ഓർമ്മയില്ല. നോട്ട് എഴുതി പഠിച്ചു. എഴുതിയ നോട്ട് വീണ്ടും വായിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റിൽ ഇത് എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. കാര്യം എനിക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. കാര്യം അത്രത്തോളം മാനസികമായിട്ട് ഞാൻ വിഷമിച്ചിരുന്നു. പഠിക്കുന്ന സമയം മുഴുവൻ കരച്ചിൽ മാത്രമായിരുന്നു. ഇപ്പോൾ എത്രത്തോളം പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. കാര്യം അത്രയും പഠിച്ചിട്ട് പോലും ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് മുഴുവൻ അവിടെ 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഞാൻ അമ്മയോട് പറഞ്ഞു ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്ക് പക്ഷേ ഞാൻ ഈ 2 വർഷം പഠിച്ചതും ഞാൻ ആ DLED എന്നുള്ള കോഴ്സ് പാസ്സായതും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാനിത് പാസ്സായത് അമ്മയാണ്. അപ്പം ഞാൻ പാസ്സായതിന് വല്ല വിലയും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ എക്സാം പാസ്സായാലേ എനിക്ക് സ്കൂളിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നെ അമ്മ പാസ്സാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം അടുക്കും തോറും എൻ്റെ പഠനം കുറഞ്ഞു വന്നു. കാര്യം ബുക്ക് തുറക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും, എനിക്ക് ഡിപ്രഷനാകും, കരച്ചിലാണ്. അതുകൊണ്ട് എനിക്ക് ഒട്ടും എൻ്റെ മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ പഠനം അങ്ങ് കുറച്ചു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് നിന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസം 6 ജപമാലയൊക്കെ മുട്ടി നിന്ന് ചൊല്ലാൻ തുടങ്ങി. കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയൊക്കെ നന്നായിട്ട് ചെയ്തു. അങ്ങനെ എക്സാം ടൈം വന്നു. ഞാനന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഫുള്ള് ഞാൻ മാതാവിൻ്റെ ഒക്കെ കൊടുത്തു. ഞാൻ ഇത്രയും പഠിച്ചു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാര്യം പഠിച്ചതൊക്കെ വെറും 0 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈശോയും മാതാവും കൂടെ ഇല്ലാതെ നടക്കുകയില്ല എന്നുള്ളത്. ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു ഞാൻ തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ഞാൻ തോറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ തവണ ഫെയിലായപ്പോഴും എൻ്റെ കൂടെയുള്ള കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു നിങ്ങൾ ഇവിടെ വരണം, ഉടമ്പടി എടുക്കണം, പാസ്സാകും. അപ്പം ആദ്യം ഞാൻ തോറ്റപ്പോഴും ഞാൻ ഈ പറയുന്നതിനകത്ത് ഒരു കുറവും വരുത്തില്ല, ഞാൻ കൂട്ടിയതേ ഉള്ളൂ. അപ്പം ഈ തവണ ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ അവരെന്നോട് പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നും ഇതൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് അതിനിടയാക്കല്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടെങ്കിലും കാറ്റഗറി 1ഉം 2 എക്സാം. നമുക്ക് LP പഠിപ്പിക്കാനൊന്നും UP പഠിപ്പിക്കാനൊന്നും ഏതെങ്കിലും ഒന്ന് എനിക്കൊന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. എക്സാമിന് പോകുമ്പോൾ ഞാൻ ജപമാലയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. വേറെ പഠിക്കുന്ന കാര്യമൊന്നും തിരിഞ്ഞു നോക്കുന്നു പോലും, ടെക്സ്റ്റൊന്നും എടുക്കാതെ പോകുന്നത്. കാര്യം അതൊന്നും എടുത്തിട്ടൊരു കാര്യമില്ലെന്നുള്ളതുകൊണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് കയറുന്ന ഒരു ചേച്ചിയുടെ കഴുത്തിൽ കൃപാസന മാതാവിൻ്റെ കാശുരൂപമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ബലമായിരുന്നു. ഞാനത് അടയാളമായിട്ട് തന്നെ സ്വീകരിച്ചു. ഞാൻ എക്സാമിന് പോയി. എക്സാം സെൻറ്ററിൽ കയറുന്ന ആ ഒരു ഗേറ്റിൻ്റെ അവിടെ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും 3ാമത് തവണ കൂടെ വന്ന് എഴുതാൻ ഇടയാക്കില്ല. കാരണം എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തുണ്ടാകുന്ന മാനസിക പ്രശ്നം ഭയങ്കര വലുതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലോ, എൻ്റെ ഓർമ്മശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അത്രമാത്രം ഭയങ്കര ഒരു സഹന നിമിഷമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഹോളിൽ കയറി. എക്സാം ഭയങ്കര ടഫായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു, പഠിച്ചതൊന്നും തന്നെ വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷേ അറിയുന്നതൊക്കെ വെച്ച് എഴുതി. ഞാൻ ആദ്യം ഞങ്ങളുടെ
ബബിൾ ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഒറിജിനൽ എക്സാം പേപ്പറിനകത്ത് ബാക്കിലൊരു സെറോക്സ് കിട്ടും, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടാണ്, പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് ആ പരീക്ഷയ്ക്കകത്ത് എഴുതുന്നത് നമുക്ക് കിട്ടിയ സെറോക്സിനകത്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതിയിട്ടാണ് ഞാൻ എക്സാം തുടങ്ങുന്നത്. ഞാൻ ഓരോന്ന് ബബിൾ ചെയ്തപ്പോഴും പ്രത്യക്ഷ സാക്ഷിയാക്കി മാറ്റണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി. ഞാൻ ഉപ്പിട്ട് ഇരിക്കുന്നിടത്ത് ഉപ്പിട്ട്, എൻ്റെ പേപ്പറിലും ഉപ്പിട്ട് വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി. വേറൊന്നും ഓർക്കാനോ ആലോചിക്കാനോ ഇല്ലായിരുന്നു. കാര്യം മനസ്സ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ആകെ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാവിനെ മുറുകെ പിടിച്ചു, കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ എഴുതി തോന്നിയ ആൻസറൊക്കെ ബബിൾ ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കാറ്റഗറി 2 എക്സാം ആയിരുന്നു. ഭയങ്കര ടഫ്, കാറ്റഗറി 1 ഭയങ്കര ടഫ്. ഇതുവരെയും കാണാത്ത ക്വസ്റ്റ്യൻസ്, ഒന്നും അറിയത്തില്ലെന്ന് വെച്ചാൽ ആ ഹോളിൽ ഇനി മുന്നോട്ട് എന്താവുന്ന പോലും അറിയാത്തൊരവസ്ഥയിൽ അതും ഇതുപോലെ തന്നെ ഉപ്പിട്ടും വിശ്വാസ പ്രമാണം ചൊല്ലിയും പ്രത്യക്ഷീകരണ 150 ക്വസ്റ്റിനകത്ത് 150 എണ്ണത്തിന് ഞാൻ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചെഴുതി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ റിസൾട്ട് വന്നാലും ഞാൻ ഇവിടെ വന്നിരുന്നിട്ടേ നോക്കത്തുള്ളൂ. എൻ്റെ വീട് പത്തനംതിട്ടയാണ്, നല്ല ദൂരമുണ്ട് വരാൻ. പക്ഷെ ഞാൻ ഉറപ്പിച്ചു എന്തൊക്കെ വന്നാലും ഇവിടെ വന്നിട്ടേ നോക്കത്തുള്ളൂ. ഡിസംബർ 3 എൻ്റെ റിസൾട്ട് വന്നു. പക്ഷെ എനിക്കിവിടെ വരാൻ പറ്റിയില്ല, വൈകുന്നേരമായിരുന്നു. ഞാൻ നോക്കിയില്ല. എല്ലാവരും ചോദിച്ചു നോക്കുന്നില്ലേ, ഞാൻ പറഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു. 7-ാം തീയതി ഇവിടെ വരണമെന്നുണ്ടായിരുന്നു, അന്നും നടന്നില്ല. അപ്പോഴും എല്ലാവരും നോക്കി, റിസൾട്ട് നോക്കി. അവർക്കൊക്കെ കാറ്റഗറി 1, അതും എഴുതിയതിനകത്ത് ഒരു 4 പേര്, എൻ്റെ കൂട്ടുകാരനകത്ത് കുറേ പേര് എഴുതിയതിനകത്ത് ഒരു 4 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത്രയും ഒന്നും അറിയാത്ത എനിക്ക് തോക്കും. പക്ഷേ ഞാൻ വിശ്വാസമൊന്നും മാറ്റില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എന്താണേലും ഞാൻ വിട്ടുപോകത്തൊന്നുമില്ല, പിന്നെ ഇവരുടെ മുന്നിൽ എന്നെ പിടിച്ചു നിർത്തണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. മുന്നോട്ട് പ്രാർത്ഥിച്ചു. 7-ാം തീയതി വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഡിസംബർ 11 ഇന്ന് ഞാൻ ഇവിടെ വന്നു. ഇന്നാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, ഇത്രയും ടെൻഷൻ അടിച്ചു. ഞാൻ പറഞ്ഞു ടെൻഷനൊന്നുമില്ല, കാര്യം തന്നാലും തന്നില്ലേലും അത് മാതാവിൻ്റെ ഹിതമാണ്. മുന്നോട്ട് ഞാൻ പ്രാർത്ഥിക്കും, മുന്നോട്ട് ഞാൻ പാസ്സാണെങ്കിൽ ഇതേ എൻ്റെ വഴി ഇതേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വന്നു, രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, പോയി കുമ്പസാരിച്ചു, ഒരു സമ്പൂർണ്ണ ജപമാല മുറ്റി നിന്ന് ചൊല്ലി. അതിനുശേഷം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് അവിടെ ഇരുന്ന് എൻ്റെ റിസൾട്ട് നോക്കി. ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ മാതാവിൻ്റെ അടുത്ത്, മാതാവേ ഒന്നെങ്കിലും പാസ്സാക്കണം, കാര്യം എനിക്ക് ടീച്ചറാകാൻ വേണ്ടി, എനിക്ക് ടീച്ചറാകണോ വേണ്ട അമ്മയുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഞാൻ എലിജിബിൾ ആണ്, കാരണം എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, എനിക്കത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കാറ്റഗറി 1 ആദ്യം നോക്കി, എനിക്ക് 90 മാർക്കാണ് വേണ്ടത്. എനിക്ക് 108 മാർക്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. സെക്കൻഡ് നോക്കാൻ എനിക്ക് പേടിയായിരുന്നു, കാര്യം ഞാൻ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഫസ്റ്റാണ് സെക്കൻഡിനെ അപേക്ഷിച്ച് എളുപ്പം, പക്ഷേ സെക്കൻഡ് തന്നാൽ എൻ്റെ കൂടെ ഉള്ളവർ ഉറപ്പായിട്ടും വിശ്വസിക്കും, കാര്യം അവരും എഴുതിയതാണ്, അവരാരും പാസ്സായിട്ടില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അവരുടെ വരും, പക്ഷേ ചോദിക്കാനുള്ള യോഗ്യതയില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ നിൻ്റെ ഹിതം, ഞാൻ ഒരുപാട് അങ്ങനെ വാശി പിടിച്ച് ചോദിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കാറ്റഗറി 2 നോക്കി, കിട്ടില്ലെന്ന് വെച്ച് നോക്കി, എനിക്ക് 90 മാർക്കാണ് വേണ്ടത്. എനിക്ക് 91 മാർക്ക് അന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാനിപ്പോൾ LP-യിലും UP-യിലും പഠിപ്പിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ടീച്ചറായിട്ട് അവിടെ നിൽക്കുന്നത്. ഈ ഒരു ടൈറ്റിൽ, ടീച്ചറിനുള്ള ടൈറ്റിൽ എനിക്ക് തന്നത് പരിശുദ്ധ അമ്മയാണ്. അതേസമയം തന്നെ ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ഹോൾ ടിക്കറ്റ് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി സൂക്ഷിച്ച് വെക്കണം. അപ്പം ഞാൻ എക്സാം സമയത്ത് ആ ടീച്ചർ ഇതുപോലെ പറഞ്ഞു ഇത് വെരിഫിക്കേഷന് വേണ്ടി സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആദ്യത്തെ എക്സാം തന്നെ പോയി, വെരിഫിക്കേഷൻ വല്ല ഒന്നുമില്ല. ഈ ഹോൾ ടിക്കറ്റ് മാതാവേ നീ പ്രയോജനമില്ലാതെ കളയാനിടയാക്കല്ല, ഇത് അമ്മ എനിക്ക് എന്ന സൈനാണ്. ഇത് വെരിഫിക്കേഷന് എൻ്റെ വീട്ടിൽ ഈ ഹോൾ ടിക്കറ്റ് വാങ്ങുന്ന ആൾക്കാർ വരുമ്പോൾ പരിശുദ്ധ അമ്മയായിരിക്കണം ഇതെനിക്ക് ഞാൻ എലിജിബിൾ ആക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ എൻ്റെ ഹോൾ ടിക്കറ്റിലും എൻ്റെ സെറോക്സ്, നമ്മൾ ബബിൾ ചെയ്യുന്ന സെറോക്സ് കിട്ടും, അതിലും വിശുദ്ധ തൈലം തൂത്ത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഉടമ്പടി പത്രികയുടെ മേളിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്തും അച്ഛൻ ഡോക്യുമെൻ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ ഇതെൻ്റെ കയ്യിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മ എനിക്ക് ഈ തന്ന വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതെൻ്റെ കഴിവുകൊണ്ടല്ല, ഒരിക്കലുമല്ല. ഞാൻ ഇന്ന് ടീച്ചറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ലെന്നുള്ളത് 100% ഉറപ്പ്. അത് എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് നല്ല വൃത്തിക്ക് അറിയാം, കാരണം എന്നെക്കാൾ പഠിക്കുന്നവരുണ്ട്, അവർക്ക് പോലും കാറ്റഗറി 1 കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. ആ സമയത്താണ് എൻ്റെ കൂട്ടത്തിൽ എഴുതിയ ഞാൻ മാത്രമാണ് കാറ്റഗറി 1ഉം 2ഉം പാസ്സായതിന്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ DLED എക്സാം സെക്കൻഡ് സെമസ്റ്റർ വരെയുള്ള എൻ്റെ എക്സാം പാസ്സായതിന് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3rd സെമ്മും 4th സെമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. 4th സെമ്മിലും എനിക്ക് നല്ല ടഫായിരുന്നു, പഠിക്കുമെങ്കിലും എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. എനിക്ക് ലാംഗ്വേജ് ഭയങ്കര ടഫാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ലാംഗ്വേജിന് A+ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ ലാംഗ്വേജ് സ്പെഷ്യൽ എടുത്ത് പഠിച്ചവരുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തവണ എനിക്ക് A+ തരണമെന്ന് പറഞ്ഞു.
റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ലാംഗ്വേജ് സ്പെഷ്യൽ എടുത്ത് പഠിച്ചവർക്കൊക്കെ A+ ഒന്നുമില്ല, പക്ഷേ എനിക്ക് A+ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു. എന്താ അവർക്കില്ലല്ലോ, അതും എനിക്ക് അവരുടെ മുന്നിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷിയാക്കി മാറ്റാനുള്ള ഒരവസരം. അതുപോലെ 3rd സെമ്മിൻ്റെ എക്സാമും നമുക്ക് സെം വൈസ് ആണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം മൂന്നൂടെ ഒന്നിച്ച് എഴുതേണ്ട സബ്ജക്റ്റ് ഉണ്ട്. മാത്സും സയൻസൊക്കെ വരുമ്പോൾ ഭയങ്കര ടഫാണ്. ഇതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഫുൾ കരച്ചിലും ബഹളമാണ്, ഒരു വഴിയില്ല. കാശുരൂപമൊക്കെ മുറുക്കി പിടിച്ച് പ്രാർത്ഥിക്കും, പറ്റുന്നത്രയും ജപമാല ചൊല്ലും, എല്ലാം ഉടമ്പടിയിൽ എന്തൊക്കെ പറയുമോ അതിൻ്റെ അപ്പുറം ചെയ്യാൻ നോക്കും. വിശേഷവിധ എന്തൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ അതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എക്സാം പോകുന്ന സമയത്ത് ഫുൾ ബ്ലാങ്ക് ആണ് മനസ്സ്. എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ആൻസർ പറയും, ക്വസ്റ്റ്യൻ പറയും. ഞാൻ നോക്കുമ്പോൾ ഇവർ പറഞ്ഞതൊക്കെ ഞാൻ പഠിച്ചതാണ്, പക്ഷേ എനിക്കതിൻ്റെ ഒരു കൺസെപ്റ്റ് പോലും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുനീര് അവരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് മാറിയിരുന്നു. ആകെ ഉണ്ടാകുന്ന ഈ കാശുരൂപം ഇതും പിടിച്ച് ആകാശത്തോട്ട് നോക്കിയിരുന്ന് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ കയറിയ അവസ്ഥയുണ്ട്. കാര്യം ഒന്നും അറിയത്തില്ല, പഠിച്ചതൊന്നും ഓർമ്മയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം വരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് എന്നെ വിട്ടുകൊടുത്തു. ഞാൻ ജപമാലയും കാശുരൂപമായിട്ട് ക്ലാസ്സിൽ കയറി. അന്ന് ഞാൻ മാതാവിനോട് അടയാളം ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ചോദിച്ചില്ല. കാര്യം കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം ഞാൻ മാതാവിനെ അത്രയും വിശ്വസനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടയാളമൊന്നും ചോദിച്ചില്ല. പക്ഷേ എക്സാമിന് വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ ഇട്ടിരുന്ന ഡ്രസ്സ്, ഷോള്, ബോട്ടം, ടോപ്പ് ഉൾപ്പെടെ നല്ല ഡാർക്ക് നീല, അതിനകത്ത് വേറെ ഒരു പ്രിൻ്റ് ഇല്ല. അന്നേ ഞാൻ ഉറപ്പിച്ച് പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അതിനും ഞാൻ എഴുതിയ 3 എക്സാമിന് A+, DLEഡിൻ്റെ എക്സാം ഞാൻ 90% മേലെയാണ് പെർസെൻറ്റേജോടാണ് പാസ്സായത്. അതിനും എൻ്റെ കഴിവല്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഈശോയും മാതാവും എൻ്റെ കൂടെ ഇല്ലാതെ ഇത്രയും വലിയൊരു വിജയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടത്തില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്തത്. എല്ലാ മാസവും നവംബർ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരു മാസം പോലും മുടങ്ങാതെ ഞാൻ ഒരു ദിവസം ഇവിടെ വരും, പത്രം വാങ്ങിക്കും, ഇവിടെ ഇരുന്ന് മാതാവിനോട് കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകും. അതിനുശേഷം സെപ്റ്റംബറിലാണ് എനിക്ക് എക്സാം. അന്ന് മുതൽ 1 കെട്ട് പത്രത്തിന് 2 കെട്ട് പത്രം വായിക്കാൻ തുടങ്ങി. എക്സാമിന് പോയ സമയത്ത് ഞാൻ ഒന്നും പഠിക്കാനൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് എല്ലാവർക്കും കൃപാസന പത്രം പറഞ്ഞു കൊടുത്തു. അത് ഞാൻ എല്ലാവരോടും പറയും, കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിലും പത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവരുടെ അടുത്ത് 15-20 മിനിറ്റ് നിന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് കിട്ടിയ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ്. കാര്യം അതെല്ലാം എനിക്ക് പരിശുദ്ധ അമ്മ തന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കും. അന്ന് മുതൽ ഇന്ന് വരെ 2 കെട്ട് പത്രം വാങ്ങിക്കും, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കും, ഒരു വചനം അതിനകത്ത് എഴുതും, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മേനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കൊണ്ട് കൊടുക്കും. കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നതും എനിക്ക് ചെറുതായിട്ട് പോക്കറ്റ് മണിയൊക്കെ വീട്ടിൽ തരും. അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് മാക്സിമം ഉപയോഗിക്കാറില്ല. ആവശ്യമുള്ളവർക്കൊക്കെ ഒരുപാട് ഞാൻ കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കാൻ. കാര്യം കൊടുക്കും തോറും ഒരുപാട് കിട്ടുന്ന എനിക്ക് ജോലിയില്ല, പക്ഷെ എനിക്ക് എവിടുന്നേലുമൊക്കെ ഒരു തവണ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ എനിക്ക് മാതാവ് തരുന്നതായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മടിയില്ലാതെ ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേരൻസ് വഴിയും ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ചോറ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യും. ഞാൻ ആദ്യം എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ. എല്ലാ ദിവസവും ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് ഒരു അമ്മച്ചീനെ കുളിപ്പിക്കാൻ എൻ്റെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തോൽവി വന്നപ്പോഴും എൻ്റെ ഒരു ഉടമ്പടി നിബന്ധനകളിലും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല, കുറവ് വരുത്തിയിട്ടുമില്ല. അങ്ങനെ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നൊരു ശീലം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ വെറുതെ പോയി എനിക്ക് അല്ലാതെ ഇപ്പം ഓരോ വിശുദ്ധ കുർബാനയിലും അച്ഛൻ പറയുന്നതും നമ്മളും പറയുന്നതുമായ ഓരോ കാര്യങ്ങളെ അർത്ഥം അറിഞ്ഞ് വിശുദ്ധ കുർബാനയിൽ മാക്സിമം ഈശോനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാലയും ഓരോ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ പരിശുദ്ധ അമ്മേനെ നോക്കിക്കൊണ്ട് തന്നെ ചൊല്ലി കാഴ്ചവെക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഉപവാസം പിന്നെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബൈബിൾ വായന മുടക്കാറില്ല. എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നാൽ മാത്രം, എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തപ്പോൾ മാത്രം ബൈബിൾ വായന 1-2 ദിവസം മുടങ്ങിയാൽ അതിനോട് ചേർത്ത് അടുത്ത ദിവസം ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അഖണ്ഡ ജപമാല പറ്റുമ്പോഴൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. അത് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നും മാതാവിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ നേരം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തന്നെയാണേലും അഖണ്ഡ ജപമാല ചൊല്ലും. പിന്നെ എല്ലാ കാര്യം ഉടമ്പടി പറയുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ വിശേഷവിധ എന്തെങ്കിലും ചെയ്യാൻ തോന്നുക. ഞാനിപ്പം കൂടുതലും എൻ്റെ ലൈഫിന് ഒഴിവാക്കിയിരുന്ന ഫിലിംസൊക്കെ ഞാൻ കൂടുതൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ 1 വർഷമായിട്ട് ഫിലിംസൊന്നും കണ്ടിട്ടില്ല. അത് ഞാനായിട്ട് തന്നെ എടുത്ത തീരുമാനമാണ്. കാര്യം
ഈ 2 മണിക്കൂർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 സാക്ഷ്യം കാണാൻ പറ്റും. മാക്സിമം സമയം കിട്ടുന്നതനുസരിച്ച് ഒരു സാക്ഷ്യം പോലും മുടക്കാതെ ഞാൻ സാക്ഷ്യങ്ങൾ ഫുള്ള് കാണാൻ നോക്കും. അതുപോലെ ധ്യാനം ഞാൻ ഫുള്ള് കേൾക്കും. അത് അന്ന് തന്നെ കേൾക്കും, എന്തൊക്കെ വന്നാലും. അങ്ങനെ എല്ലാ കാര്യവും ഒരു കുറവും കൂടാതെ കൃത്യമായിട്ട് പാലിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് പറഞ്ഞാൽ തീരുകയല്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ ചെറുതും വലുതുമായിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഇവിടെ നന്ദി പറയുന്നു. കീർത്തനങ്ങൾ 91, 14, 15 തിരുവചനങ്ങൾ. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. നീനു മേരി ജോസഫ് എന്ന ഈ മകൾ വളരെ സുന്ദരമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. ഉടമ്പടി എന്താണ്, ഉടമ്പടി എങ്ങനെ ജീവിക്കണം, അതാണ് മകളുടെ വാക്കുകളിലൂടെ നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. മകൾ ഉടമ്പടിയെ സ്നേഹമായിട്ടാണ് കണ്ടത്. അമ്മ മാതാവിനോട് കറയറ്റ സ്നേഹം, ശരണപ്പെടുന്ന സ്നേഹം, സർവം സമർപ്പിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പരിമിതികളെയും കൊടുക്കുന്നത്. പഠിച്ചത് മറന്നു പോകുന്നു, വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, കൂട്ടുകാർ ഉത്തരങ്ങൾ പറയുമ്പോൾ കണ്ടിട്ടുള്ളതായിട്ടറിയാം, എല്ലാം ബ്ലാങ്കായി നിൽക്കുന്നു. അങ്ങനെ ആ പഠന മേഖലയിൽ നിരവധിയായ നിരന്തരമായ പരാജയങ്ങളും അതിൻ്റെ പോരായ്മകളും അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തോട് കലഹിക്കാനോ മാതാവിനോട് കലഹിക്കാനോ പരാതികൾ പറഞ്ഞ് സമയം കളയാനോ ഒന്നും അവൾ ശ്രമിച്ചിട്ടില്ല. അവൾ ഓരോ നിമിഷവും അല്പം കൂടി മെച്ചപ്പെടുത്തി എങ്ങനെ ഉടമ്പടി ജീവിക്കാം, അല്പം കൂടി നന്നായി എങ്ങനെ പ്രാർത്ഥിക്കാം, അല്പം കൂടി നന്നായി എങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യാം, എൻ്റെ കയ്യിൽ ലഭിക്കുന്നതെല്ലാം കൊടുക്കും തോറും പല വഴികളിൽ കയ്യിൽ വീണ്ടും ദൈവം അനുഗ്രഹം വെച്ച് തരുന്നത്, സമ്പത്ത് വെച്ച് തരുന്നത്, അത് വീണ്ടും കൊടുക്കുവാൻ ഉള്ളിൽ തന്നെ ആഗ്രഹം ജനിപ്പിക്കുന്നത്. മകൾ അതിനെയാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, അവളുടെ ജയങ്ങളെക്കാൾ ഉപരി അവൾ അമ്മയിൽ അർപ്പിച്ച ആശ്രയത്വമാണ് പ്രധാനപ്പെട്ടത്. ഉടമ്പടിയിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ട അടിസ്ഥാന മനസ്സ്, അത് നമ്മൾ ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ അമ്മ മാതാവിനോടും ഈശോയോടും നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരണം. സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് സമർപ്പണം കൂടിക്കൊണ്ടിരിക്കും. സമർപ്പണം കൂടുന്നതനുസരിച്ച് ഈശോയ്ക്ക് വേണ്ടി, അമ്മ മാതാവിന് വേണ്ടി ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്തുവാനും എന്തും ത്യാഗത്തോടെ നിർവഹിക്കുവാനും നമ്മളെ അത് സഹായിച്ചു കൊണ്ടിരിക്കും. ആ ഒരു പ്രചോദനവും ആ ദൈവശരണത്തോടു കൂടിയുള്ള ജീവിതവുമാണ് ഉടമ്പടിയിൽ നമുക്ക് തന്നെ കഴിവുകൊണ്ട് നേടാനാവാത്തതൊക്കെ, നമുക്ക് തന്നെ പഠിച്ചിട്ട് മനസ്സിലാവാത്തതൊക്കെ, നമുക്ക് തന്നെ പരിശ്രമിച്ച് പരാജയപ്പെട്ടതൊക്കെ, നമുക്ക് തന്നെ ദീർഘനാളായി ആഗ്രഹിച്ചിരുന്നത് തടസ്സപ്പെട്ട് കിടക്കുന്നതൊക്കെയും അമ്മ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ വിജയങ്ങളായി, അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറ്റിത്തരുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും നിയോഗമായി എഴുതരുത്, അസാധ്യമായത് മാത്രം എഴുതി വയ്ക്കണം. കാരണം മഹത്വവും നന്ദിയും ദൈവത്തിന് മാത്രം കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെതല്ല കർത്താവേ, നിൻ്റെ കൃപ മാത്രം, നിൻ്റെ കരുതൽ മാത്രം, നിൻ്റെ സ്നേഹം മാത്രം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ഉടമ്പടി ജീവിതം നമ്മളെ ആത്മീയ അടിത്തറയുള്ള മക്കളാക്കി മാറ്റുകയാണ്. ദൈവത്തെ ഓൺ ചെയ്യുന്ന, ദൈവം സ്നേഹിക്കുന്ന മക്കളായി നമ്മളെ മാറ്റുകയാണ്. അതുകൊണ്ട് എത്ര കണ്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തെയും കൊടുക്കുവാനാകുമോ അതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതങ്ങളെ സുരക്ഷിതമായി നയിക്കും, ആപത്തിൽ കാത്തുകൊള്ളും, കഷ്ടതകളിൽ നിന്ന് വിടുവിച്ചു തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ എൽത്താരയിൽ പറഞ്ഞത്. പല ആവർത്തി അവൾ പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനേക്കാൾ ഉപരി അവൾ അമ്മ മാതാവിനെയും ഈശോയും സ്നേഹിച്ചതിന് ഈശോയും അമ്മ മാതാവും അവളെ സ്നേഹിക്കുന്നു എന്നതിന് കൊടുത്ത സമ്മാനമാണ് അവളുടെ ഡിഎൽഇഡിൻ്റെ വിജയങ്ങൾ, അവളുടെ കേറ്ററ്റിൻ്റെ വിജയങ്ങൾ. അത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കൂടുതൽ നന്മകൾ ചെയ്യുവാൻ അവളെ കൂടുതൽ നല്ല പ്രേക്ഷിതയായി ലോകത്തിലേക്ക് അമ്മയും ഈശോയും അയക്കുന്നതിൻ്റെ അടയാളം കൂടെയാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, നല്ലൊരു ആത്മീയ ജീവിതത്തിന്
ഉടമ്പടി ജീവിതത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ആദ്യമേ പറയുന്നു. എൻ്റെ പേര് ആൻസി ജിജോ. ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ജിജോ ജോസഫ്. ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് എൽന മരിയ. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. ഇതിനു മുൻപ് ഞാൻ 2 തവണ കൃപാസനത്തിൽ വന്നെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചില്ല. അന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ എൻക്വയറി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഉടമ്പടി ക്ലാസ് ഉണ്ട്, അതിനുശേഷമേ ഉടമ്പടി എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ കൈക്കുഞ്ഞായതുകൊണ്ട് അത്രയും സമയം കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഞങ്ങൾ തിരിച്ചു പോയിട്ട് വീട്ടിൽ വന്ന് കൃപാസനത്തിൽ തിരിച്ചു വന്ന് ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ഉള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ വേണ്ടാന്ന് തന്നെ വെച്ചു. അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നതാകും ശരി. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി പല കാര്യങ്ങളെയും കുറിച്ച് തടസ്സങ്ങൾ വന്നപ്പോൾ പിന്നീട് വന്നത് കൃപാസനം തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. എന്തു തന്നെയായാലും വീണ്ടും കൃപാസനത്തിൽ ഞങ്ങൾ വന്ന് ഞാൻ ഉടമ്പടിക്ക് കയറി. എല്ലാവരെയും പോലെ തന്നെ ആദ്യമായി എൻ്റെ ഭൗതികപരമായ ആവശ്യങ്ങളാണ് ഞാൻ ആ നിയോഗത്തിൽ വെച്ചത്. പക്ഷെ നിയോഗത്തിൽ വെച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ പോയെങ്കിലും ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന നിബന്ധനകളൊന്നും ഞാൻ പാലിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുമ്പസാരമായിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ട് വേണം ഉടമ്പടി പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉടമ്പടി ജീവിതം നയിക്കുവാനെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് മനഃപൂർവ്വമായി തന്നെ മാറ്റിവെച്ചു എന്ന് പറയുന്നതാവും ശരി. പ്രാർത്ഥനയൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി, സാക്ഷ്യങ്ങളൊക്കെ ചെറുതായിട്ട് കേട്ടു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. പതിയെ ഞാൻ ഉടമ്പടിയെ സ്നേഹിക്കുവാൻ തുടങ്ങിയെന്ന് പറയുന്നതാവും ശരി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന ബുധനാഴ്ച നടക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം മാതാവിൻ്റെ നൊവേനയും ഉണ്ട്. എന്നാൽ കുർബാനയിൽ സംബന്ധിച്ച് നൊവേനയിലും കൂടാമെന്ന് കരുതി ഞങ്ങളുടെ മൂത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ കുർബാനയ്ക്കായി പോയി. അപ്പോൾ ഇളയ കുഞ്ഞിനെ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, കുഞ്ഞ് കളിക്കുകയായിരുന്നു, ഒരു പാട്ടയൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തോ മൂക്കിലിനുള്ളിൽ കയറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കി, ഒന്നും കണ്ടില്ല. അപ്പം അടുത്ത് വന്ന ആളുകളൊക്കെ പറഞ്ഞു, മൂക്കിലെന്തെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാലും ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട എന്നെല്ലാവരും പറഞ്ഞു. അപ്പം ഞങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. വൈകിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മൂക്കിൻ്റെ പാലത്തിന്മേലൊക്കെ വരച്ചിട്ട് പറഞ്ഞു, മാതാവേ എന്തെങ്കിലും ഇവളെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീയായിട്ടങ്ങ് മാറ്റി തന്നേക്കണമേ എന്നും അങ്ങ് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ മിക്സറിനകത്തിൽ നമ്മൾ കാണുന്ന ചെറിയൊരു ഉണ്ട പോലത്തെ സാധനമാണ് ഇറങ്ങി വന്നത്. ഞങ്ങളത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. പിന്നീട് കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ശക്തമായിട്ട് മൂക്കൊലിപ്പൊക്കെ വരാൻ തുടങ്ങി. ഞങ്ങൾ പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിച്ചപ്പം പീഡിയാട്രിഷ്യൻ പറഞ്ഞു, പനിയായിട്ടൊന്നുമില്ല കുഞ്ഞിന്, ചിലപ്പം കാലാവസ്ഥയുടെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം മൂക്കിൽ നിന്നിങ്ങനെ ശക്തമായ മൂക്കൊലിപ്പൊക്കെ ഉണ്ടാകുന്നത്, നേസൽ ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞ് എന്ത് സമ്മതിച്ചാലും മൂക്കിൽ പിടിക്കാനോ നേസൽ ഡ്രോപ്പ് ഒഴിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഉടമ്പടി തൈലം തൂത്ത് എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജൂൺ മാസം 2025 ജൂൺ മാസം 1-ാം തീയതി ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. ഞങ്ങളന്ന് കുർബാനയിൽ സംബന്ധിച്ച് സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ വികാരി എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് ബ്ലെസ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണച്ചു. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, നിൻ്റെ പ്രാർത്ഥനയിൽ എന്തോ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലച്ചോ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, എന്തായാലും നീ കുറച്ചും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. അച്ഛൻ എന്താണ് അങ്ങനെ പറഞ്ഞത്, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ബഹളമൊക്കെ വെക്കുന്നുണ്ടല്ലോ, നമ്മളിനി എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നതെന്നൊക്കെ വെച്ചു. മാതാവ് എന്തുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയൊന്നും കേൾക്കാത്തതെന്ന് വരെ എനിക്കങ്ങ് തോന്നിപ്പോയി. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പം ഈ കുഞ്ഞ് മാതാവിൻ്റെ നമ്മൾ നീലത്തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉരുകി വീണത് ഇവളുടെ അടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് കണ്ടു കളിക്കുന്നത്. കുഞ്ഞ് അത് കയ്യിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പുറകിലുള്ള സോഫയിലേക്ക് കയറിയിരുന്നു. അങ്ങനെ കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങിയിട്ട് മൂക്കിൽ വിരൽ വെച്ചിട്ടാണ് കുഞ്ഞ് ശക്തമായിട്ട് കരയുന്നത്.
അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കയ്യിൽ മെഴുകൊന്നും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു, ENT ഇല്ലായിരുന്നു. ഞായറാഴ്ചയാണ്, ഞങ്ങളുടെ അടുത്തെങ്ങും വേറെ ഹോസ്പിറ്റലുകളൊന്നുമില്ല. ഞങ്ങൾ മാവേലിക്കരയിൽ തന്നെയുള്ള വീട്ടിൽ നോക്കുന്ന ഒരു പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു മൂക്കിനുള്ളിൽ എന്തോ ഇരിപ്പുണ്ട്, പക്ഷേ അത് ഡോക്ടർക്ക് എടുക്കാൻ സാധിക്കത്തില്ല, അതൊരു ENTക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. മൂക്കിനുള്ളിൽ നമുക്ക് ഒത്തിരി അങ്ങ് പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല, ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറിപ്പോകും. അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത്, മൂക്കിനുള്ളിൽ എന്തെങ്കിലും കയറിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷനായിട്ട് മൂക്കിൽ നിന്നും മൂക്കൊലിപ്പുണ്ടാകുകയും ബ്ലഡ് വരികയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവൾക്ക് ഉണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. അപ്പോൾ ഞങ്ങൾ എന്ത് തന്നെയായാലും ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു. തട്ടാരമ്പലം ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്, അവിടെ VSM എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് നിങ്ങൾ വേഗം തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ വേഗം തന്നെ കൊണ്ടുപോയി അവിടെ കാഷ്വാലിറ്റിയിൽ കയറി കാണിച്ചു. ഡോക്ടർ നോക്കിയപ്പം സാധനം ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ ഞാൻ ഉടമ്പടി തൈലം എടുത്തവിടെ മൂക്കിൽ തേച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ചോദിക്കാതെ നീ എനിക്ക് ദാനമായി തന്ന കുഞ്ഞാണ്. ഇതിനു മുൻപ് എനിക്ക് ലഭിച്ച കുഞ്ഞിനെ ഞാൻ ജപമാല ചൊല്ലി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ്. ഈ കുഞ്ഞിനെ ഞാൻ ചോദിക്കാതെ തന്നതാണ്. ഇതിനൊരാപത്തും വരാതെ നീ കാത്തുകൊള്ളണേന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകി പിടിച്ച് മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിനെ ഞാൻ മടിയിലിരുത്തി. ഡോക്ടർ നോക്കി എന്തോ ഒരു നീളത്തിലുള്ളൊരു സാധനം കുഞ്ഞിൻ്റെ മൂക്കിനുള്ളിലേക്ക് ഇട്ടു. കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ഇറങ്ങി വന്നത് വട്ടത്തിലുള്ളൊരു വലിയ ഞട്ടാണ്. ആ ഞട്ട് എത്രയും ദിവസം കുഞ്ഞിൻ്റെ മൂക്കിലിരുന്നെന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ അവിടെ വെച്ച് തന്നെ മരുന്നുകളൊക്കെ ഒഴിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം തിരിച്ച് ഈ കുഞ്ഞവിടെ കിടന്നുറങ്ങി. എഴുന്നേറ്റിട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞ് മൂക്കിലൊന്ന് പിടിച്ചു. അപ്പോഴാണ് മാതാവിൻ്റെ തിരി മൂക്കിനുള്ളിൽ നിന്നും തനിയെ ഇറങ്ങി വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്ന്. കാരണം ഞങ്ങൾ അശ്രദ്ധമായി വിട്ടൊരു കാര്യം മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. നിങ്ങളുടെ കുഞ്ഞിന് അത്യാഹിതം സംഭവിക്കാമായിരുന്നു, അതിൽ നിന്നും മാതാവ് ഞങ്ങളുടെ കുഞ്ഞിനെ എടുത്തുയർത്തിയെന്ന് തന്നെ പറയാം. അതിന് മാതാവിനോട് 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ട് പാസ്സാകുക എന്നതായിരുന്നു. ഞാൻ 3-4 തവണ കേട്ടിട്ട് എഴുതിയ ഒരു വ്യക്തിയാണ്. എനിക്ക് 2-3 മാർക്കിനൊക്കെയാണ് കേട്ടിട്ട് എൻ്റെ ഫെയിൽഡായി പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പം അതിൽ നിയോഗമായിട്ട് സമർപ്പിച്ചു, മാതാവേ, എനിക്ക് കേട്ടിട്ട് പാസ്സാക്കി തരണേ. എൻ്റെ മെറിറ്റിനാൽ ഇത് എനിക്ക് ജയിക്കുവാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിൻ്റെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് എപ്പോഴാണോ എനിക്കിത് തരാൻ ആഗ്രഹം, നീ എനിക്ക് അപ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ നിയോഗത്തിൽ വെച്ചു. ഞാൻ അത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുമായിരുന്നു, നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഇന്നതൊക്കെയാണെന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ ആകെ പറയുന്നത്, മാതാവേ, നിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അങ്ങനെ പരീക്ഷയുടെ ദിവസമെത്തി. അതിനു മുമ്പ് സെപ്റ്റംബർ 15-ാം തീയതി ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയൊക്കെ ലഭിച്ചു. തിരിച്ച് വീട്ടിൽ ചെന്ന് 19-ാം തീയതി എക്സാമാണ്. അപ്പോൾ 18-ാം തീയതി കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ പരീക്ഷയൊക്കെ എഴുതി വീട്ടിൽ വന്ന് ആൻസറൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഫെയിലാണ്. അപ്പോൾ ഞാൻ അന്നേരം ചോദിക്കുന്നുണ്ട്, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ ഫെയിലാക്കിയത് എന്ന് ചോദിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സാകുന്നതായും എനിക്ക് കണ്ടു. അപ്പം ഞാനത് രാവിലെ എഴുന്നേറ്റിട്ട് കുർബാനയ്ക്ക് പോയപ്പോഴും ഇത് തന്നെ അവിടെയുള്ള മാതാവിനോട് ചോദിച്ചു, മാതാവേ, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടത്? ചിലപ്പോൾ നീ എനിക്ക് വേണ്ടി വലിയൊരു സാക്ഷ്യം എനിക്ക് വേണ്ടി കരുതി വയ്ക്കുകയാണോ? എങ്കിൽ എന്തു തന്നെയാണേലും ഞാനത് ഇരുകരങ്ങളിൽ നീട്ടി സ്വീകരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷയൊക്കെ എഴുതി. പതിവ് പോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നു കഴിയുമ്പം ഈ യൂട്യൂബിൽ ഈ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഇടും. ആ സമയത്ത് ഞാൻ വാല്യുവേഷൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പാസിംഗ് മാർക്ക് പോലും ഇല്ല. അപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. ഞാനെങ്കിലും മാതാവിനോട് പറഞ്ഞു, മാതാവി, ഇതിപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണല്ലോ, നിൻ്റെ ഇഷ്ടം എന്താണോ അത് എന്നിൽ നിറവേറട്ടെ. ഇതും പറഞ്ഞ് എനിക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ ഇനി നിന്നെ വിളിക്കാതിരിക്കാനൊന്നും പോകത്തില്ല. ഞാൻ നിന്നോട് ഇപ്പോഴേ ഉറപ്പ് തരികയാണ്, ഞാൻ പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ പള്ളിയിൽ പോവുകയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യും. കാരണം എനിക്കിനി ഈ വിശ്വാസത്തിൽ നിന്നും പുറമോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇത് എനിക്ക് നീ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ നീ എനിക്കത് സ്വീകരിക്കാനുള്ളൊരു കൃപ തന്നാൽ മതി, അതിനുള്ള ആത്മബലം നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇനിയും ഞാൻ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഇരുന്നു. അങ്ങനെ ഇരിക്കെ നവംബർ മാസത്തിൽ റെക്ടിഫിക്കേഷൻ വന്നു. ഞാൻ നോക്കിയില്ല. അന്ന് ഞാൻ സാക്ഷ്യം കേട്ടപ്പം ഒരു ചേച്ചി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായിട്ട് അവർക്ക് ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞായിരുന്നു.
അപ്പം ഞാനും അതുപോലെ പ്രാർത്ഥിച്ചു, മാതാവേ, ഡിസംബർ മാസം അമ്മയുടെ പ്രത്യക്ഷീകരണ മാസമല്ലേ, ആ മാസത്തിൽ അമ്മ എനിക്ക് തരാൻ ഇഷ്ടമാണെങ്കിൽ എന്നെ അതൊന്ന് പാസ്സാക്കി തരുമോ എന്ന് ചോദിച്ചു. അഥവാ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മാസം 3-ാം തീയതി ബുധനാഴ്ചയാണ് എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആകെപ്പാടെ പേടിയായിരുന്നു നോക്കാൻ പോലും. ഞാൻ ഓടിച്ചെന്ന് 2 തിരികളും എടുത്തു വെച്ച് കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് റിസൾട്ട് ഞാൻ നോക്കി, ക്വാളിഫൈഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതെനിക്കറിയാം എൻ്റെ മെറിറ്റിനാൽ കിട്ടിയ കാര്യമേ അല്ലെന്ന്. ഞാൻ പരീക്ഷയ്ക്ക് പോയ സമയത്ത് ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ ഡെസ്കിലും ഞാൻ എൻ്റെ സീറ്റിന് താഴെയും ഇട്ട് വിതറി. ഡെസ്കിൽ വെച്ചിരുന്ന കുറച്ച് ഉപ്പ് തരികൾ OMR ഷീറ്റ് കിട്ടിയപ്പോൾ ആ ഷീറ്റിൻ്റെ പുറത്തിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എല്ലായ്പ്പോഴും ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ്ങുകളൊക്കെ എനിക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് പാർട്ട് 2 എഴുതുന്ന സമയത്ത് ഓപ്ഷൻ സിക്ക് പകരം ഓപ്ഷൻ ഡി കറുപ്പിക്കുക, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല. എല്ലാം എന്തോ യാന്ത്രികമായി തന്നെ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വളരെ സമാധാനപൂർവ്വമാണ് ഞാൻ പോയി പരീക്ഷയൊക്കെ എഴുതിയിരുന്നത്. അതിനാൽ തന്നെ ഞാൻ ഓടി വന്ന് അന്നേരം തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞു. പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് പറഞ്ഞു, ഞാൻ കേട്ടിട്ട് പാസ്സായി, ഇതെൻ്റെ അമ്മ എനിക്ക് നേടിത്തന്നാന്ന് പറഞ്ഞ് അന്നേരം തന്നെ ഞാൻ അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തി. പിന്നെ മറ്റൊരു സാക്ഷ്യമെന്ന് പറയുന്നത്, ഞങ്ങൾ 2023 ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചായിരുന്നു വീട് പണിയാനായിട്ട്. അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ച് 2023 തന്നെ ഞങ്ങൾ കല്ലിട്ട് അങ്ങനെ തന്നെ കിടന്നതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. 2024 ജനുവരി മാസത്തിൽ ഞങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടി. 2024 ഡിസംബറിലാണ് ഞങ്ങൾ എന്നെ കട്ടള വെച്ചത്. കട്ടള വെച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ട് പണിയൊന്നും പോകുന്നൊന്നുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നിയോഗം വെച്ചത്, മാതാവേ, തടസ്സം കൂടാതെ പണികളൊക്കെ നന്നായിട്ട് പോകണേ എന്നായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയും വരാതെ ആ സമയത്ത് കോൺട്രാക്ടർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ എവിടെ നിന്നാണെന്നറിയില്ല, എങ്കിലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ മാതാവ് കൊണ്ടുവന്ന് നമ്മൾക്ക് ഏൽപ്പിച്ചു തരുന്നത് പോലെ തോന്നി. അത് ഇപ്പോൾ വീടിൻ്റെ ഫുൾ തേപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ബാക്കി കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നീട് മാതാവിൻ്റെ അടയാളങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഈ കൂടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, എന്തെങ്കിലും നിൻ്റെ ഒരു അടയാളം എനിക്ക് നീ തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു ഷോപ്പിൽ പോയപ്പം അവിടെ ഒരു ഗ്രേ കളർ ചുരിദാറിട്ട ഒരു ചേച്ചി വന്നായിരുന്നു. ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, മോളെ, കൃപാസനം പത്രം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ല മോളെ, ഞാനിത് തരാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞു. ബാഗ് തുറന്നു, പക്ഷെ ബാഗിനകത്തിൽ പത്രമൊന്നും കണ്ടില്ല. ആ ചേച്ചി എൻ്റെ തോളത്ത് തട്ടിയിട്ട് ചോദിച്ചു, മോളെ, നീ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, സാക്ഷ്യം പറയാറൊന്നും ആയില്ല. അന്നേരം എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് ഉടനെ തന്നെ സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയാണ് വന്നത്? അതെൻ്റെ മകനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്, അവൻ താഴെ നിൽക്കുകയാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ ആ ഫ്ലോറിലും താഴെയൊക്കെ ഞങ്ങൾ പോയി ചേച്ചിയെ നോക്കിയെങ്കിലും കണ്ടില്ല. അത് മാതാവ് എനിക്ക് തന്ന ഒരു അടയാളമാണെന്ന് ശക്തമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഡിസംബർ 7-ാം തീയതി അമ്മയുടെ പ്രത്യക്ഷീകരണ ദിനമായിരുന്നല്ലോ. അന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അമ്മയെ ഒന്ന് വണങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഞങ്ങൾ നീലത്തിരിയിൽ മാതാവിൻ്റെ വിമല ഹൃദയം അന്ന് തന്നെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. അത് 2ാമത്തെ പ്രാവശ്യമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ തിരിയിൽ ഹൃദയം കാണാൻ സാധിച്ചത്. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയമായ മാറ്റമെന്ന് പറയുന്നത്, ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് വലിയ ദേഷ്യമായിരുന്നു. ഉടമ്പടി എടുത്ത് 1-2 പുതുക്കലിലൊന്നും എനിക്ക് വ്യത്യാസമൊന്നും വന്നില്ല. പതിയെ ആ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു കഴിവ് അതെനിക്കില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ, പിന്നെ ഞാനെന്തിനാണ് അവരോട് ക്ഷമിക്കുന്നതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ദ്രോഹിച്ചവരെ പോലും ഈശോ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരിയായ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുള്ള കൃപ ഈശോയോട് ഞാൻ യാചിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുക, പെട്ടെന്ന് കുർബാന കാണുക, തിരിച്ചു വരിക, അങ്ങനെയുള്ള എന്നിൽ നിന്നും ദിവസേന വിശുദ്ധ കുർബാന കാണാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഉണ്ടായി. അത് ഞാൻ നിയോഗത്തിൽ എഴുതിയതാണ്, എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം, അതിനൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന്. കാരണം എനിക്ക് കൂടുതൽ നിന്നെ സ്നേഹിക്കണം. കാരണം ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ വിശുദ്ധ കുർബാന കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വരും.
അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ നടന്ന സമയത്ത് എനിക്കറിയില്ല, ആ ജപമാല ചൊല്ലിക്കൊണ്ട് നമ്മൾ ആ പോകുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് മനസ്സിലായി, ഞാൻ ഈശോയോട് കൂടുതൽ അടുക്കുന്നത് കൊണ്ട് എന്നിൽ വന്ന മാറ്റമാണ് എന്ന് മനസ്സിലായി. പിന്നീട് ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയമേ പരിശോധിക്കാറുണ്ട്. എന്നിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ആ കുറവുകൾ ഞാൻ നികത്തേണ്ടതായിട്ടുണ്ടോ. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അൾത്താരയിൽ ഒരു ചേച്ചി വന്നിരുന്ന സാക്ഷ്യം പറഞ്ഞു. അവരുടെ ചേട്ടത്തിയുടെ ഭർത്താവിനോട് അവർ 1.5 വർഷമായി മിണ്ടിയിട്ട് അതുകൊണ്ടാണ് അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എന്തോ തടസ്സമുള്ളതുപോലെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ശരിയാണ്, ഞാൻ എൻ്റെ പപ്പായുടെ പെങ്ങളോട് മിണ്ടിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം, പക്ഷെ ഞാനത് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ തന്നെ അവരെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അന്ന് തന്നെയാണ് എനിക്ക്, അതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് മാതാവിൻ്റെ ഹൃദയം കാണുവാനും ഇടയായത്. അത് മാതാവ് എന്നിൽ ചെയ്ത ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരുടെ നിയോഗങ്ങളെക്കുറിച്ച് മനസ്സറിഞ്ഞ് ചെയ്യുവാനോ ഉള്ളൊരു കൃപയൊന്നും എനിക്കില്ലായിരുന്നു. അതെല്ലാം തന്നത് എൻ്റെ ഈശോയും മാതാവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതിച്ചോറ് വാങ്ങി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നീട് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ രാവിലത്തെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷേ അവിടെ നിന്ന് അവർ പറഞ്ഞു, അങ്ങനെ പുറത്തു നിന്നുള്ള ഫുഡ് അവർക്ക് അലൗഡ് അല്ല, അവിടെ വേറെ ആൾക്കാർ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങളങ്ങനെ ഫുഡ് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് നിർത്തിയത്. പിന്നീട് ഞങ്ങളുടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരോട് പോയി കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾ തയ്യാറായി. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് നന്നായി ആദ്യം വായിക്കും. ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചുമ്മാ പത്രം കൊടുക്കരുത്, അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ വായിക്കേണ്ടതാണ്. അപ്പം ഞാനത് നന്നായിട്ട് എടുത്തു വെച്ച് ഞാൻ വായിക്കും. വായിച്ചതിന് ശേഷം അത് കൊടുക്കാനുള്ള പത്രങ്ങളിലെല്ലാം തൈലം തൂത്ത് ഉപ്പിട്ട് വിതറി പ്രാർത്ഥിച്ച് ഒരു നിമിഷവും ഒരു കൊന്ത അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലും. എന്നിട്ട് പറയും, മാതാവ് ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ മാത്രമേ എത്താവുള്ളൂ, അനർഹരുടെ കൈകളിലൊന്നും എത്താൻ ഇടയാക്കരുത്. പിന്നെ പറയും, മാതാവി നിന്നെ തള്ളിപ്പറയുന്നവരുടെ കൈകളിലൊന്നും ഇതെത്തരുത്, കാരണം അത് ചിലപ്പോൾ എനിക്ക് താങ്ങാനുള്ള ശേഷി എനിക്ക് കാണത്തില്ലെന്ന് പറഞ്ഞ് അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുടുംബത്തോടു കൂടിയാണ് പത്രം കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ ഈ കുഞ്ഞിനെയും എൻ്റെ മൂത്ത കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കുറേ ദൂരെയുള്ള വീടുകൾ, അടുത്ത്, അങ്ങനെ കുറേ അടുത്തൊക്കെയാണ് ഞങ്ങൾ പത്രം കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. ഈ ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാം പറയുവാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇനിയും വരും ജീവിതത്തിലും ഈ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിത്യതയിൽ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക് എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പുറപ്പാട് 33, 13, 14 തിരുവചനങ്ങൾ. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആൻസി ജിജോ എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 3 പ്രധാന ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. ആദ്യത്തത് കുഞ്ഞിൻ്റെ മൂക്കിൽ പോയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇരുമ്പ് നെട്ട് എന്നിവ ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമായിട്ട് അത് പുറത്ത് പോകുന്നതിനുള്ള അമ്മ മാതാവ് സംരക്ഷണം ഒരുക്കിയതും തക്ക സമയത്ത് ഡോക്ടറെ കാണിച്ചു കൊടുത്തതും അതങ്ങനെ ഒന്ന് ഉള്ളിലുള്ളതുപോലും അറിവില്ലായിരുന്നു. അത് അമ്മ മാതാവ് അത് കൂടുതൽ അപകടമൊന്നും വരുത്താതെ ആ കുഞ്ഞിന് ആരോഗ്യം നൽകിക്കൊണ്ട് അത് പുറത്തു വരുവാനുള്ള വഴികൾ ഒരുക്കിയതിനെയാണ് കുടുംബം സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് കേറ്റഡ് പരീക്ഷ വിജയിച്ച വിഷയമാണ്. അതിലും ഏറെ പഠനത്തിൽ ക്ലേശം അനുഭവിച്ച് മുന്നോട്ട് പോയ മകളെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തുകയും നന്നായി പരീക്ഷ എഴുതി അമ്മയുടെ സംരക്ഷണയിലും അമ്മയുടെ നേതൃത്വവസ്തുക്കൾ ഉപയോഗിച്ചും അതെഴുതി വിജയിക്കുവാൻ മകളെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. പലതവണ വീട് പണി മുടങ്ങിപ്പോയത് അത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മ മാതാവിൻ്റെ നേതൃത്വവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ആ ഭവന നിർമ്മാണം കൊണ്ടുവരുവാൻ സഹായിച്ചതിനെയും സന്തോഷത്തോടു കൂടി മകൾ സാക്ഷ്യപ്പെടുത്തി. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ വചനവായനയോടുള്ള സ്നേഹം, അനുതാപം എന്ന കുദാശ
അതെത്ര കണ്ട് വിശുദ്ധിയിലും വിശ്വസ്തയോടുകൂടിയും അതിനെ സമീപിക്കുവാനായി ലഭിച്ച സാഹചര്യങ്ങൾ, അതിനെയൊക്കെ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. തുടങ്ങിയപ്പോൾ മകൾ പറഞ്ഞത് ആ കുമ്പസാരമെന്ന കുദാശ അത് സ്വീകരിക്കാതെ ഉടമ്പടി ജീവിതം തുടങ്ങി എന്നതിനെക്കുറിച്ചാണ്. എപ്പോഴും ഉടമ്പടി ആരംഭിക്കുമ്പോൾ നമ്മോട് പറയും, ഉടമ്പടി പുതുക്കുക, ഉടമ്പടി ആദ്യമായി എടുക്കുക, അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരിക, സാക്ഷ്യം പറയുവാനായി എത്തുക. ഈ അവസരങ്ങളിലൊക്കെയും നിർബന്ധമായും ആ വ്യക്തികൾ കുമ്പസാരിച്ച് പ്രസാദപരത്തിലായിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം, എഴുതുന്നൊരു നിയോഗം ദൈവപര പ്രസാദത്തിലാണ് നാം അത് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ആ നിമിഷങ്ങളിൽ തന്നെ അനുഗ്രഹത്തിനുള്ള വഴികൾ അമ്മ മാതാവ് നമുക്ക് ഒരുക്കി തരും. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കഴിയുന്നത് നമ്മളെ കുമ്പസാരിച്ചൊരുങ്ങി നമ്മുടെ ജീവിതം ഒന്ന് കറക്റ്റ് ചെയ്യണം. ഉടമ്പടി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. അത് നമ്മുടെ ജഡികാസക്തികളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറുന്നു എന്ന ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയുകയാണ്. നമ്മുടെ അകവും പുറവും ഒരുപോലെ കാണുന്നവൻ്റെ മുമ്പിൽ നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള സന്നദ്ധതയിലാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം അനുരഞ്ജന കുദാശയ്ക്കുണ്ട്. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ, ആരെയെങ്കിലും നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അനർഹമായത് എന്തെങ്കിലും ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ പെരുമാറ്റ രീതികളെയും പരിശോധിച്ച് ദൈവസന്നിധിയിൽ കറകൾ മുഴുവനും കഴുകി കാർക്കശ്യമുള്ളത് മുഴുവനും ദൈവസന്നിധിയിൽ മാപ്പിരുന്നുകൊണ്ട് എല്ലാവരോടും രമ്യതപ്പെട്ട് എൻ്റെ ആത്മാവിന് ദൈവത്തിന് സ്പർശിക്കുവാൻ പറ്റും വിധം, ദൈവത്തിന് വസിക്കുവാൻ പറ്റും വിധം ഒരുക്കിക്കൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിന് കാരണമാകും. മകൾ പറയുന്നുണ്ട്, ഞാൻ ആ ഉടമ്പടി എടുത്ത് പോയെങ്കിലും കുമ്പസാരിക്കാതെയാണ് തുടങ്ങിയത്. എന്നാൽ ആ സാക്ഷ്യം പറഞ്ഞു തീരുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അവിടെ 1.5 വർഷത്തിലേറെ രമ്യതപ്പെടാതിരുന്നൊരു വിഷയം ഞാൻ ശ്രദ്ധിച്ചു. അത് പെട്ടെന്ന് എന്നെ സ്വാധീനിക്കുകയും എനിക്ക് അതുപോലെ 2 വർഷത്തോളമായി എൻ്റെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഒരു പിണക്കം അത് മാറ്റുന്നതിന് പെട്ടെന്ന് തീരുമാനമെടുത്ത് രമ്യതപ്പെടുവാൻ എൻ്റെ അമ്മ മാതാവ് സഹായിച്ചുവെന്ന്. അനുരഞ്ജന കുദാശ ഒത്തിരി കെട്ടുകൾ നമുക്ക് അഴിച്ചു തരും, ഒത്തിരി തടസ്സങ്ങൾ നമുക്ക് മാറ്റിത്തരും, ഒത്തിരി രോഗങ്ങൾക്ക് നമുക്ക് സൗഖ്യം തരും. കാരണം ദൈവസന്നിധിയിൽ മാപ്പ് പറയുകയും നമ്മുടെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ വേണ്ടി നമ്മളെ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് എളിമയോടുകൂടി ധൈര്യത്തോടുകൂടി എൻ്റെ കർത്താവ് എത്ര കടും ചുമപ്പാണ് എൻ്റെ പാപമെങ്കിലും തൂമഞ്ഞ് പോലെ അത് വെണ്മയുള്ളതാക്കി മാറ്റും, നൈർമല്യം നൽകുമെന്ന പ്രത്യാശയോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിലുള്ള പുതിയ കാര്യം തുറന്നു തരും. മകൾ പറയുന്നുണ്ട്, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു എന്നെ ഇന്ന് അനുദിന ദിവ്യബലിയിലേക്ക് അമ്മ ചേർത്ത് നിർത്തുകയും ആ ഓരോ ദിവ്യബലിയിലും ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും ഉള്ളിലെനിക്ക് അനുഭവിക്കുവാൻ, വൈകാരികമായി അനുഭവിക്കുവാൻ പറ്റുന്ന ആത്മഭാരം നൽകിക്കൊണ്ട് കണ്ണു നിറഞ്ഞ് ആ ഈശോയുടെ സകല നിമിഷങ്ങളിൽ എനിക്ക് പങ്കുചേരുവാൻ പറ്റുന്നുവെന്ന്. എല്ലാവർക്കും ദിവ്യബലിയിൽ നിറ കണ്ണുകളോടുകൂടി പങ്കുചേരുവാൻ പറ്റില്ല. കുറേയേറെ പേർക്ക് അതൊരു കാഴ്ച മാത്രമാണ്, പറയുന്ന ചൊല്ലുന്ന പ്രാർത്ഥനകൾ മാത്രമാണ്. പക്ഷേ ആ ആത്മാവും ശരീരവും യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുന്നവരാണ് ഓരോ വാക്കും ഓരോ നിമിഷവും ആ സഹനം മുഴുവനും ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിൽ പങ്കുചേരുവാൻ പറ്റുക. ഇത് ആത്മീയമായ മാറ്റത്തിൻ്റെ, ദൈവപര പ്രസാദത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടയാളങ്ങളാണ് പറയുക. ഞാൻ ഓരോ കുർബാന പങ്കെടുക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, ഞാൻ ഓരോ നിമിഷവും ജപമാല ചൊല്ലുവാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്, കാരുണ്യപ്രവൃത്തി സന്തോഷത്തോടെ ചെയ്യുവാൻ നിരന്തരം എനിക്ക് ശ്രദ്ധ വരുന്നുണ്ട്. കാരണം ഞാൻ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ഉടമ്പടിയുടെ ഓരോരോ കാര്യങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും നമുക്കും അനുഭവമാകും വിധം കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പറഞ്ഞത്. സഹോദരിക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിൽജി, ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഈ പുണ്യാൾത്താരയിൽ എന്നെ കയറ്റി പ്രത്യക്ഷ സാക്ഷിയാക്കി എന്നെ കയറ്റി നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരു കൊടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് 17/9/2023 ഇതെൻ്റെ എട്ടാമത്തെ പുതുക്കലാണ്. ആദ്യത്തെ 5 ഉടമ്പടിയും എല്ലാ ഉടമ്പടിയും ഞാൻ കറക്റ്റ് 90 ദിവസത്തിനുള്ളിൽ വന്ന് പുതുക്കിക്കൊണ്ടിരുന്നു.
ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലേക്കാണ്, നിയോഗങ്ങളെക്കാളേറെ. അങ്ങനെ 5 ഉടമ്പടി പുതുക്കി ഇപ്പോഴും ഞാൻ ഓരോ നിയോഗങ്ങൾ വെച്ചിരുന്നെങ്കിലും എനിക്കൊന്നും സാധിച്ചു കിട്ടിയില്ല. 5ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുക, അതായിരുന്നു എൻ്റെ വലിയ നിയോഗം. അങ്ങനെ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് മെഡിക്കൽ കോഡിങ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോഡിങ്, ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് എങ്ങനെ അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വചനം തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഏശയ്യ 41:13, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന് ചേരുകയും ചെയ്തു. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഇരുന്നപ്പോഴൊക്കെ ഞാൻ പരിശുദ്ധ അമ്മേനെ അടുത്തിരുത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല, അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം, അമ്മ വന്ന് എന്നെ സഹായിക്കണം, ഞാനല്ല ഇത് ക്ലാസ് പഠിക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒന്നും ഞാനല്ല, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്, അമ്മ എന്നെ സഹായിക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു. ഓരോ ചാപ്റ്ററിൽ പഠിക്കുമ്പോഴും ഞാൻ അതിലൊക്കെ മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്ന വചനവും നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് എഴുതിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഓരോ ചാപ്റ്ററും പഠിച്ചിരുന്നത്. ഞാൻ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഉടമ്പടി ഉപ്പിട്ട വെള്ളം ഞാൻ അടുത്ത് വെച്ചത് കുടിച്ചുകൊണ്ടിരുന്നു. ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേയും ഞാൻ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ചും ഉപ്പും തേനും ഉള്ളിൽ കഴിച്ചുകൊണ്ടുമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എന്നെക്കാളും എല്ലാവർക്കും നല്ല മാർക്കുണ്ടായിരുന്നു, എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. അങ്ങനെ ഞാൻ എന്താണേലും രണ്ടും കൽപ്പിച്ച് December 8 മാതാവിൻ്റെ അമൽഫ തിരുനാളിൻ്റെ അന്ന് എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ നോക്കിയ പോർഷൻസ് ഒന്നും വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എക്സാം എഴുതിയ എല്ലാവരും എക്സാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കരഞ്ഞോടാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത്. എക്സാം കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ വിതറുകയും തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അമ്മയും മാതാവ് എന്നെ സഹായിക്കാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്താൽ പിറ്റേ ദിവസം റിസൾട്ട് വരും. അങ്ങനെ ആ വീട്ടിൽ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനുമായിട്ട് ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ളൊരു അത് ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ വന്ന് അച്ഛനെ കാണുകയും കൈവപ്പ് ശുശ്രൂഷ ചെയ്യുകയും അച്ഛൻ എനിക്ക് കാശ് രൂപം തന്ന് പോയി രക്ഷപ്പെടും മക്കളെ എന്ന് അവിടെ അന്ന് വന്നിരുന്ന എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ച വെളുപ്പിനെ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മ ഇവിടെ തോക്കുവാണെങ്കിൽ ഞാനല്ല തോക്കുന്നത്, അമ്മയാണ്. കാരണം നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാനിരുന്നത്, ഒരുമിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അമ്മ തോക്കാൻ ഇടവരുത്തരുത്, ഉടമ്പടി എടുത്ത ഒരു മക്കളെയും അമ്മ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അങ്ങനെ അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ, അത്രയൊന്നും കിട്ടാനുള്ള യോഗ്യത അത്ര ഇല്ല എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കറക്റ്റ് പാസ് മാർക്ക് മതി, എങ്കിൽ മാത്രമേ അത് അമ്മ എനിക്ക് തന്നാന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു നമ്പർ തെളിഞ്ഞുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ഞാൻ വെളുപ്പിന് 3 മണിക്ക് റിസൾട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഞാൻ മനസ്സിൽ കണ്ട അതേ ആ ഒരു മാർക്ക് എനിക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ അന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് എന്നെക്കാളും മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാർക്ക് കൂടുതലുള്ള ആരും ജയിച്ചിട്ടില്ല, ഞാൻ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം നിന്ന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായത് കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും, എനിക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിച്ച് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റത്തെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു. അപ്പോൾ അച്ഛൻ അന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ ഞാൻ അന്ന് ഇവിടുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് പള്ളി പോകണം എന്നുള്ളത് ഞാൻ എങ്ങനെയോ ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്നത് മാതാവിൻ്റെ പള്ളിയിലോട്ടാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് മാതാവിൻ്റെ പള്ളിയിൽ പോയി. തിരിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി. വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തൈലം തേച്ച് കുരിശ് വരച്ച വണ്ടിയുടെ ചുറ്റിനും തൈലം തേച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി കാശ് രൂപമൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് തൊടുപുഴയിൽ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നു. ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോവും.
അതുപോലെ എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അവരെയും വിശ്വാസത്തിൽ വളർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും തന്നെ അവർ വന്ന് പറയും, അമ്മേ മാതാവിൻ്റെ തൈലം തേച്ചതാ, ഉപ്പ് കഴിക്കാന്താ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരെപ്പോഴും പറയുക. പിന്നീട് എനിക്ക് വന്നൊരു സണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ചെറിയ കുരുക്കൾ പോലെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടും എനിക്കത് മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിത്തായാലും തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എനിക്കത് പൂർണ്ണമായും രോഗസൗഖ്യം കിട്ടി. എൻ്റെ കുഞ്ഞിൻ്റെ തലയിലും അതുപോലൊരു ഡാൻഡ്രഫ് കാരണം ഒരു ചെറിയൊരു ഇതുപോലെ വന്നു. അതും ഉടമ്പടിത്തായാലും തേച്ച് പൂർണ്ണമായും സൗഖ്യം കിട്ടി. പിന്നെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാ മാസം തന്നെ പത്രം മേടിക്കാറുണ്ട്. മേടിച്ച് ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡുകളിലാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. 5ാമത്തെ ഉടമ്പടി വരെ എനിക്ക് അങ്ങനെ കാരുണ്യപ്രവർത്തികളിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നില്ല. എന്നോട്ട് ഞാൻ കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. അന്ന് മുതൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഓരോ കുർബാനയും ഓരോ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുർബാനയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ എങ്ങനെയോ എനിക്ക് നമ്മൾ കാസ അത് ഉയർത്തുമ്പോൾ എൻ്റെ കണ്ണീർ നിറയാതെ കണ്ണുനീര് വരും. അങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങളുള്ളതാണ്. ചില ദിവസം അവർ രാവിലെ എണീക്കുന്നതാണ് എനിക്ക് കുർബാനയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും അമ്മ, കാരണം എൻ്റെ ചുറ്റിനും 2-3 പള്ളി ഉണ്ടെങ്കിൽ എല്ലായിടത്തും രാവിലെ തന്നെയാണ് കുർബാന. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് കുർബാന എന്തെങ്കിലും മിസ്സായ എനിക്കത് കാണണമെങ്കിൽ ഞാൻ പിന്നെ ടൗണിൽ പോകണം. അപ്പോൾ കുഞ്ഞുമക്കളെയും കൂടി പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ 2ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അച്ഛന്മാരുടെ ആശ്രമം വരികയും അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ എനിക്ക് രാവിലത്തെ കുർബാന മുടങ്ങിയാലും വൈകുന്നേരം അവിടെ പോയി കുർബാന കാണാൻ പറ്റും. ഇതുവരെ ഞാൻ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എത്ര രാത്രിയായാലും ഞാൻ വചനം വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അതുപോലെ എനിക്ക് ഈ ഉടമ്പടിയിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് 3-4 പേരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു, എനിക്കിങ്ങനെ മാതാവ് ഇങ്ങനെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ എന്നാൽ നമുക്ക് ജപമാല സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 4 പേരുടെ ഒരു ജപമാല ഗ്രൂപ്പ് തുടങ്ങി. അതിലെന്നും ഞങ്ങൾ ഓരോരുത്തർക്ക് ആവശ്യം വെച്ചിട്ട്, ഞങ്ങളുടെ അല്ല, ഓരോരുത്തർക്ക് നമുക്കറിയാവുന്ന ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് കുറേ പേര് ആഡ് ചെയ്ത് ഇപ്പോൾ 10-30 പേരായി. അപ്പോൾ ഡെയിലി ഞാനതിൽ ഓരോരുത്തർക്ക് നിയോഗങ്ങളിടും. ജപമാല ആർക്കൊക്കെ ചെല്ലണമെന്ന് അങ്ങനെ അസൈൻ ചെയ്ത് ഞാനിടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് 8000 സംതിങ് ജപമാല മുത്തുമണികൾ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ജപമാല ഗ്രൂപ്പ് ഉള്ളത് കാരണം നമുക്ക് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് കിട്ടിയവരെ ഉള്ളിൽ മാതാവിൻ്റെ നന്മ നിറഞ്ഞ മറിയും ചൊല്ലിക്കൊണ്ട് ആ ജപമാല എങ്ങനെയും പൂർത്തിയാക്കണം, അങ്ങനെ ഒരു ചിന്ത, ഒരു നിമിഷം പോലും വേറൊരു ചിന്തയിലോട്ട് പോകാതെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും വെറുതെ നടക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു. വലിയൊരു ദൈവിക പദ്ധതിയാണ് ഈ ഉടമ്പടി. അതിലോട്ട് എന്നെ തിരഞ്ഞു പിടിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. നിത്യതയിലോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലോട്ട് എത്തുവാൻ വേണ്ടി എന്നെ സഹായിക്കാൻ ഞാൻ ഒരിക്കലും കൈവിട്ട് പോവില്ല. മാതാവിൻ്റെ കൈവിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. എൻ്റെ ജീവിതകാലം അത്രയും ഞാൻ ഉടമ്പടി തന്നെയായിരിക്കും. ഉടമ്പടി ജീവിതത്തിൽ വന്നത് പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടത്. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയത്, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയത്, എൻ്റെ കുടുംബത്തിലാണെങ്കിലും സന്തോഷ സമാധാനം, എന്നെ പൊന്നുപോലെ നോക്കുന്ന ഹസ്ബൻഡും മമ്മിയും എല്ലാവരും എനിക്ക് കിട്ടിയത്. അങ്ങനെ 1000 എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനെ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു. 1 സാമുവേൽ 12:14 നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും. സിൽജി ബോണി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ വന്ന ആത്മീയ വളർച്ചയും ദൈവസന്നിധിയിലേക്ക് കൊടുത്ത നിയോഗങ്ങളുടെ സഫലീകരണവുമാണ് സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ ഈ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി 5 തവണ പുതുക്കിയിട്ടും എനിക്കൊന്നും സംഭവിച്ചിരുന്നില്ല. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, പക്ഷേ ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെടുന്നില്ലായിരുന്നു. ഇത് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നമ്മൾ ഉടമ്പടി എടുത്ത ഉടനെ ആദ്യത്തെ 1-ാമത്തെ 2-ാമത്തെ പുതുക്കൽ കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിയോഗങ്ങൾ ഏറ്റവും ഗൗരവത്തോടെ നാം ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്ന് കരുതി നിരാശപ്പെട്ട് തിരികെ പോവുകയല്ല, ഉടമ്പടി ജീവിതം വേണ്ടെന്ന് വെക്കുകയല്ല, കുറേ കൂടി ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ഉടമ്പടി ജീവിതത്തെ പരിശോധിക്കുമ്പോൾ അതിലുള്ള പോരായ്മകളെ, കുറവുകളെ നമുക്ക് കണ്ടെത്താനാവും. നാം ഉടമ്പടി ജീവിക്കുന്നുവെന്ന് സ്വയം പറയുന്നുവെങ്കിലും ഉടമ്പടി ആഗ്രഹിക്കുന്നത് പോലെ, ഉടമ്പടി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ജീവിതം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കും. എവിടെയെങ്കിലുമൊക്കെ മേഖലകളിൽ നമുക്ക് അലസതയോ അലക്ഷ്യമായ ജീവിതമോ നാം നയിക്കുന്നുണ്ടാവും. മകളത് സൂചിപ്പിച്ചു. 5-ാമത് ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞപ്പോഴാണ്
ശരിക്കും ഉടമ്പടി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കുവാനായിട്ട് ഞാൻ ആരംഭിച്ചത്, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ഞാൻ ആരംഭിച്ചത്. ആ സമയം മുതൽ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ 8 തവണ ഉടമ്പടി പുതുക്കിയ മകളാണ്. ഈ 5 മുതൽ 8 തവണ വരെ ഉടമ്പടി പുതുക്കുമ്പോൾ മകൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞ് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിലാദ്യത്തേതാണ്, താൻ IT ഫീൽഡിൽ പഠിച്ച വ്യക്തിയാണെങ്കിലും അതുമായി യാതൊരു ബന്ധവുമില്ലാതെ മെഡിക്കൽ കോഡിങ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു മേഖല, അതിൻ്റെ പരീക്ഷ പഠിക്കുവാൻ വേണ്ടി, അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയാണ് തയ്യാറെടുത്തത്. ജീവിത പങ്കാളി അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ഞാനത്, എനിക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടുമില്ലെങ്കിലും ആ പങ്കാളിയോടുള്ള സ്നേഹത്തെ പ്രതിയും അതൊന്ന് പരിശ്രമിക്കാമെന്ന് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയത് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, എനിക്കിത് വായിച്ചാലൊന്നും മനസ്സിലാവില്ല, ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അധികമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നു, അമ്മ എനിക്ക് വേണ്ടി ഇത് പഠിച്ചോണം. അതാണ് മകൾ കൊടുത്തൊരു രീതി. അമ്മ എനിക്ക് വേണ്ടി ഇത് പഠിക്കണം. പരീക്ഷയ്ക്ക് പോകുമ്പോഴും അമ്മ മാതാവിനോട് പറയുന്നത് അത് തന്നെയാണ്, അമ്മ എനിക്ക് വേണ്ടി പരീക്ഷ എഴുതണം. കാരണം എനിക്കിത് പ്രാവീണ്യമുണ്ടെന്നോ, എൻ്റെ ബുദ്ധിയിൽ ഇതെല്ലാം ഗ്രഹിക്കുവാൻ സാധിക്കുമെന്നോ, എൻ്റെ കഴിവ് കൊണ്ട് ഇത് വിജയം നേടാൻ പറ്റുമെന്നോ ഒന്നും ഉറപ്പില്ല. അതുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് അതാദ്യം ഞാൻ ചേർന്ന നിമിഷം മുതൽ ഓരോ സമയത്ത് ഞാൻ ആ വിഷയത്തെ കൊടുത്തുകൊണ്ടിരുന്നു. അത് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും അമ്മയെ കൂട്ടുപിടിച്ച് ഞാൻ വായിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ പഠനകാലം മുഴുവനും വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുവാൻ മകൾ എപ്പോഴും ശ്രദ്ധ കാണിച്ചിരുന്നത്. കാരണം അതിന് ഒരു അല്പം പോലും വീഴ്ച വരരുത്. ഞാൻ അമ്മ മാതാവിന് എന്താണോ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആ ശാന്തതയുള്ള ജീവിതം, ആ സ്നേഹമുള്ള ജീവിതം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ജീവിതം, വചനം സ്ഥിരമായി എത്ര വൈകിയാലും വായിക്കാതെ കിടക്കില്ലെന്ന് ഉറപ്പുള്ളൊരു ജീവിതം, ഏത് സമയത്തും വിശുദ്ധ കുർബാന ഒരു ദിവസം പോലും മുടങ്ങാതെ ഈശോയെ സ്വീകരിച്ച പ്രസാദപരത്തിന് മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ്. ആ ക്രമപ്പെടുത്തുന്ന ജീവിതത്തിലാണ് മകൾക്ക് ആ പരീക്ഷ ആദ്യ അവസരത്തിൽ ജയിക്കാൻ പറ്റുന്നു. മകളത് സൂചിപ്പിക്കുന്നുണ്ട്. ഞാനത് പരീക്ഷ എഴുതുമ്പോഴും അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോഴും എനിക്ക് അത്ര കണ്ട് വിജയപ്രതീക്ഷയൊന്നും തോന്നിയിരുന്നില്ല. എങ്കിലും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പരീക്ഷ തോറ്റാൽ അമ്മയ്ക്കാണ് നാണക്കേട്, അമ്മയാണ് എൻ്റെ കൂടെ പരീക്ഷ എഴുതിയത്, അമ്മയിൽ ആശ്രയിച്ചാണ് ഞാനിത് പഠിച്ചത്. അതൊരു മകൾക്കെടുത്ത സ്വാതന്ത്ര്യമാണത്. നമുക്ക് യുക്തി കൊണ്ട് നോക്കിയാൽ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാം. പക്ഷേ ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് നാം അതിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും എത്ര കണ്ട് എളിമപ്പെട്ടുകൊണ്ട് അമ്മയുടെ മകളായി ജീവിക്കുവാൻ അമ്മയുടെ കരങ്ങളിൽ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പരിശ്രമത്തിന് വ്യാപരിക്കുന്നത് കൊണ്ടാണ് അമ്മയുടെ കരങ്ങളിലേക്ക് അതിൻ്റെ മുഴുവൻ പരിശ്രമങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുക. മകൾ പറയുന്നുണ്ട്, ഞാൻ രാത്രി ഇങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ ഒരു സ്കോർ കാണുന്നുണ്ട്. സ്കോർ കണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. ഇത്ര സ്കോർ കിട്ടുന്നത് എങ്ങനെയാണ്? അതിന് മാത്രം ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് ഞാൻ ആ കണ്ട മാർക്കിനോട് ഞാൻ തർക്കിക്കുമ്പോൾ പിന്നീട് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ റിസൾട്ട് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവികമായ സന്ദേശമായിരുന്നു. എന്താണോ സ്വപ്നത്തിൽ ഞാൻ കണ്ട എനിക്ക് അമ്മ മാതാവ് കാണിച്ചു തന്ന സ്കോറ്, അതിലൊന്നുപോലും കുറയാതെ ആ സ്കോർ തന്നെ എനിക്കെൻ്റെ റിസൾട്ടിൽ അമ്മ എനിക്ക് നൽകിയപ്പോഴാണ് അതൊരു മരിയൻ ഉടമ്പടി സന്ദേശമാണെന്നും ആ സന്ദേശത്തിൻ്റെ കൺഫർമേഷനാണ് എൻ്റെ റിസൾട്ടിലുള്ളതെന്നും എനിക്ക് തിരിച്ചറിവായത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ ലഭിക്കുക എപ്പോഴും സാധാരണമാണ്. നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവികമായ സന്ദേശങ്ങൾ, ദൈവികമായ സാന്നിധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവും. നമ്മുടെ ഒരു ജാഗ്രതയാണ് ഈ സന്ദേശങ്ങളെ തിരിച്ചറിയുക എന്നത്. സന്ദേശങ്ങളെ തിരിച്ചറിയാതെ പോയാൽ ഒരുപക്ഷെ ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കേണ്ട അനുഗ്രഹത്തിന് താമസമുണ്ടാവും. നമ്മൾ ഒരുപക്ഷെ വഴിമാറി പോകുന്നവരാകും. സന്ദേശങ്ങളോട് പ്രതികരിച്ച് ജീവിച്ചാൽ നമ്മുടെ ഉടമ്പടി ജീവിതം വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നത് ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തത്, ഡ്രൈവിംഗ് അറിയാം, കാർ ഓടിക്കാൻ പേടിയാണ്. ഇതും ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്ന ഒരു നിയോഗമാണ്. ഭയമില്ലാതെ കുഞ്ഞുങ്ങളുമായി വാഹനം ഓടിക്കുന്നതിന് എന്നെ സഹായിക്കണമെന്ന് മകൾ പറയുന്നുണ്ട്. ഇന്ന് എവിടെ വേണമെങ്കിലും വാഹനം കൊണ്ടുപോകുവാൻ പേടിയില്ല. ഇവിടം വരെ ഉടമ്പടി പുതുക്കുവാനും ഉടമ്പടി കാര്യങ്ങൾക്ക് വരുവാനും ഇത്ര ദൂരം ഓടിക്കുവാൻ ഭയമില്ല. അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തത് മുതൽ സ്മൂത്തായി വളരെ സന്തോഷത്തോടെ ശാന്തമായി എൻ്റെ വാഹനം കൈകാര്യം ചെയ്യുവാൻ, കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം
എപ്പോഴും നമ്മുടെ ഉള്ള എങ്ങനെയാണോ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, ജീവിച്ചു കൊണ്ടിരിക്കുക, അതനുസരിച്ച് നമ്മുടെ ഭൗതിക മേഖലകളിൽ നമുക്ക് നന്മകൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് വിശ്വസ്തതയുടെ ജീവിതമാണ്. കോംപ്രമൈസ് ഇല്ലാതെ, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ദൈവസ്നേഹത്തിന് വേണ്ടി നിരന്തരം ഓരോ നിമിഷവും ജീവിക്കുമെന്ന് നാം കൊടുക്കുന്ന വാക്കിൻ്റെ ജീവിതമാണ്. എത്ര കണ്ട് നാം ആ ഒരു ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ വാക്ക് പാലിക്കുവാൻ സന്നദ്ധരാകുന്നുവോ അപ്പോഴൊക്കെയും നമ്മൾ പോലും അറിയാതെ നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്ക് പോലും നിസ്സാര കാര്യങ്ങളിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കും. ഉടമ്പടി എപ്പോഴും അനുഗ്രഹത്തിൻ്റെ, ദൈവിക സംരക്ഷണത്തിൻ്റെ ജീവിതമാണ്. നിരാശപ്പെടുത്തി ആരെയും അമ്മ വിടത്തില്ല, ആരെയും കൈയൊഴിഞ്ഞ് കളയില്ല. ആരൊക്കെ അമ്മയുടെ കരം ചേർത്ത് പിടിക്കുന്നുവോ അവരുടെ ജീവിതത്തിൻ്റെ ജീവിത വിഷയങ്ങൾ പരിഹരിക്കുന്നത് വരെയും. ചില കാര്യങ്ങൾ നാം പറയുന്നത് പോലെ തിരികെ നമുക്ക് അനുഗ്രഹമായി വരണമെന്നില്ല. അതിലെന്തെങ്കിലുമൊക്കെ മുള്ളോ കൂർത്ത മുനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വിശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തിന് നിലനിൽക്കുന്ന വിധത്തിൽ നമുക്കത് അനുഗ്രഹമാക്കി അമ്മ നേടിത്തരും. അവൻ്റെ വാക്ക്, അവൻ്റെ വചനം നമ്മൾ കേൾക്കണം. ഈശോയോട് സംസാരിക്കുവാനുള്ള തുറവി നമുക്കുണ്ടാവണം. അവൻ്റെ വിശുദ്ധ കുർബാനയിൽ നിന്ന് പ്രസാദവരം സ്വീകരിക്കണം. അമ്മയുടെ ജപമാല നിരന്തരം ചൊല്ലിക്കൊണ്ട് അമ്മയോടൊപ്പം സഞ്ചരിക്കുന്ന മകളാണ്, മകനാണെന്ന് നമ്മളെ തന്നെ അമ്മയ്ക്ക് നമ്മൾ ഉറപ്പുവരുത്തി കൊടുക്കണം. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്താൽ ദൈവം നമ്മുടെ മേൽ കരുണ ചൊരിയും. ഈശോ നമുക്ക് വേണ്ടി അനുഗ്രഹം നൽകും. അമ്മ മാതാവ് നമ്മളെ ചേർത്ത് പിടിച്ച് അപകടങ്ങളിൽ പെടാതെ കാത്തുകൊള്ളും. ആ വലിയ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് കഴിവിനപ്പുറം ദൈവകൃപയാൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.